പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സമയം ഇപ്പം 12:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് എവിടാന്ന് വെച്ചാൽ മദീന റൂട്ടിൽ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചുറ്റുഭാഗം മൊത്തം പമ്പ് രീതിയിലാണ്. അപ്പൊ നമ്മൾ മദീന റൂട്ടിൽ പോകുന്ന ഒരു പമ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ നമ്മള് എവിടെ പോകുന്ന ഇഷ്യൂ. മദീനയിലാണ് പോകുന്നത്. ആൾക്ക് ഉറക്കമൊക്കെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. അപ്പൊ നമ്മള് അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പൊ നമ്മൾ മറക്കാതെ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാ വീഡിയോസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണണം. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അടിക്കുകയും ചെയ്യണം, ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അടിച്ചിട്ട് ഫോണൊന്നും പൊട്ടിപ്പോകരുത്. അപ്പം ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കടകൾ, ഒരു പമ്പ് നടുക്ക് വന്നിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള രസമാണ് ഗൈസ്. അപ്പം നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ പോകുന്ന റൂട്ട് മൊത്തം മലകളും അതുപോലെ ആൾവാസമില്ലാത്ത ഏരിയകളും ഒക്കെയാണ്. അപ്പം നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഗൈസ് സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലേഡീസിനും ജെൻസിനും ടോയ്ലറ്റ്, നിസ്കരിക്കാനുള്ള സ്ഥലം, മിനി മാർക്കറ്റ്, കോഫി ഷോപ്പ്, അങ്ങനെ കുറച്ച് കടകളുണ്ട്. അപ്പം നമ്മൾ കൂടാതെ ഇവിടെ മദീനയിൽ പോകുന്ന വേറെ ബസ്സുകളും ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരും ഇങ്ങനെ വിശ്രമിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പം നമ്മൾ ഇപ്പം മദീനയിൽ എത്തിയിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് നമ്മൾ താമസിക്കാനായിട്ട് ഒരു ഫാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 4 മണിയായി. നമ്മൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വീണ്ടും മദീനയിലെ യാത്ര തുടരും ഗൈസ്. അപ്പോൾ നമുക്ക് ഫാമിൻ്റെ ഉള്ളിലോട്ട് പോകും. അങ്ങനെ ഗൈസ് നമ്മൾ എണീറ്റിട്ടുണ്ട്. നമ്മളിപ്പോൾ മദീനയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ടെൻറ്റിലാണ് ഗൈസ് താമസിക്കുന്നത്. കണ്ടില്ലേ എന്ത് തണുപ്പാന്ന് നോക്കി. നല്ല മലനിരകളും അതിനകത്ത് മഞ്ഞാൽ മൂടപ്പെട്ട് ഈ പ്രദേശം മൊത്തം കിടക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് ഗൈസ്. ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ അടുത്ത് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ പോയി ഇരിക്കുക. അവളാണെങ്കിൽ ഇപ്പം ചെരുപ്പ് എടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് അവളെ വീഡിയോയിൽ കാണിക്കാം. നിങ്ങളെ ഞാൻ ഇവിടെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടേ. കണ്ടില്ലേ, നമ്മുടെ നടുക്ക് നിൽക്കുന്ന ടെൻ്റാട്ടോ നമ്മുടെ. ഒരു ചെറിയ നേരമായിട്ട് ഇഷ്യൂവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ ഇച്ചിരി വ്യൂസെങ്കിലും കണ്ടു കാണുമല്ലോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അതുപോലെ ഇഷ്യൂ ആണെങ്കിൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവൾ വരുന്നില്ല. അവളെയാണെങ്കിൽ ഞാൻ കുറേ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് പോടീന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് അവളുടെ കൊഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ അവൾ എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് ഓടിയിട്ട് ഇവിടെ വന്നപ്പം ഉമ്മയുടെ അടുത്ത് വന്ന് നിന്നത്. അപ്പം ഈത്തപ്പഴം തറ വീണു. അതായിരുന്നു പ്രശ്നം. അവൾ സെക്കൻഡ് എടുത്ത് ഈത്തപ്പഴമായിരുന്നു. അപ്പം നമുക്ക് അവളെ പോയി ഒന്ന് വിളിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമുക്ക് നമ്മുടെ ടെൻറ്റിനുള്ള ഒന്ന് നിങ്ങളെ കാണിച്ചു. നമ്മുടെ ഇഷ്യൂ ആള് ഭയങ്കര കരിപ്പാണ് ഗായ്സ്. ഞങ്ങൾ വന്ന അടിയെല്ലാം മാറി ഞങ്ങൾ മദീനയിലോട്ട് പോവാണ് ഗൈസ്. ഈ മദീനയിൽ പോകുന്ന റൂട്ട് മൊത്തം മലകളും ആൾവാസമില്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ ഇച്ചിരി അങ്ങ് പോയാലേ അവിടെ നമുക്ക് ജനങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ മദീനയിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ കുടകളൊക്കെ നിവർന്ന് നിൽക്കുന്നത്. വേറെ എവിടെയും ഇല്ലാത്തൊരു നല്ല പ്രത്യേകതയാട്ടോ ഇവിടെ ഉള്ളത്. കുടകൾ കണക്കണ്ടേ. അങ്ങനെ നമ്മൾ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഗൈസ് അപ്പം നമ്മൾ മദീന പള്ളിയുടെ ഉൾഭാഗത്തിൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ ഈ പള്ളി കാണാൻ എന്ത് മനോഹരമാണെന്ന് നോക്കി. അപ്പോൾ ഇത് സ്ത്രീകളുടെ സെക്ഷനാണ്. അപ്പോൾ ഈ നബി അന്തി ഉറങ്ങുന്ന ഈ മണ്ണിൽ വന്ന് ദുആ ചെയ്യാനും കാണാനും എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ.
റൗദ ഷെരീഫ്. ഇവിടെയാണ് നബിയും സഹാബാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജുമാ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം നല്ലതായിട്ട് കാണാൻ വേണ്ടി എല്ലാവരും നല്ല റഷ് കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് പുരുഷന്മാരുടെ സെക്ഷനാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ട്, അപ്പോഴേ നമുക്ക് കാണാൻ പറ്റൂ. അങ്ങനെ ഗായ്സ്, ഇതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ഒരു നിസ്കാരത്തിൽ നബി 2 കിബിലയിലേക്ക് നോക്കി നിസ്കരിച്ച പള്ളിയാണിത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പേര് വന്നത്. നമ്മളിപ്പോൾ വന്നത് അസർ സമയത്താണ്. അപ്പോൾ നമ്മൾ അസർ നിസ്കരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് മസ്ജിദുൽ ഖുബയിലേക്ക് മടങ്ങിയത്. അങ്ങനെ ഗായ്സ്, നമ്മൾ മസ്ജിദുൽ ഖുബയിലെത്തി. അപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി ഹിജ്റ പോയ സമയത്ത് നബിയുടെ ഒട്ടകം വിശ്രമിക്കാൻ വേണ്ടി മുട്ടുകുത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഖുബ. അപ്പം ഇവിടുന്ന് നമ്മൾ തറാവീഹ് നിസ്കരിച്ച ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.